തൊഴിലില്ലായ്മയ്ക്കെതിരെയൊക്കെ പാരഡിയിൽ കൂടെ ഈ നർമ്മം കലർന്ന വരികൾ എഴുതി ഒരുപാട് പാട്ടുകൾ ഒരു സമയത്ത് ഇപ്പോൾ ദേമാവലി കൊമ്പത്ത് ആണ്. പിന്നെ അതുപോലെ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം മറ്റൊരു ഗ്യാങ്ങിൻ്റെയാണ്. അപ്പം ഒരുപാട് വേറെ ഗ്യാങ്ങിൻ്റെ ആണെങ്കിലും ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം തുടങ്ങി വെച്ച ആൾ ഞാനല്ലേ. ഓക്കെ. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന കാസറ്റ്, ആദ്യത്തെ 3 കാസറ്റ് എഴുതിയത് ഞാൻ, ദിലീപ്, അബിയും കൂടിയുള്ള ഞങ്ങളുടെ ടീമാണ് ചെയ്തത്. ഓ അങ്ങനെയാണല്ലേ. അല്ലാണ്ട് അത് വേറെ ടീമിൻ്റെ അടുത്ത്. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഇട്ടത് അബിയും, അതിലെ ഫുൾ പാട്ടുകൾ എഴുതിയത് ഞാനും, അതിനകത്ത് മിമിക്രി കളിച്ചത് അബിയും ദിലീപും ഷിയാസ് കൂടിയാണ്. അതിനുശേഷമാണ് ദേമാവലി. ശേഷം 3 എണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ദേമാവലി കൊമ്പത്ത്. അപ്പോൾ പിന്നെ മറ്റത് അതിൻ്റെ പ്രൊഡ്യൂസർ കണ്ടിന്യൂ ചെയ്ത് വേറെ പിള്ളേരെ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളൂ. ഓ അങ്ങനെയാണ്. സ്റ്റോറി അങ്ങനെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ കാരണക്കാരെ ഞങ്ങൾ തന്നെ. അങ്ങനെ ഒരു മഹാബലി കേരളത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്തയും അതങ്ങനെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ വന്നത് ഓണമാവാൻ കാത്തിരുന്നിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഈ സംഭവം. അങ്ങനെ ഒരു ഡൈവേർഷൻ ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്.